തമിഴ്നാട് വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി മരിച്ചു. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. നൌഷാദ് അലിയുടെ ആരോഗ്യനില വഷളായിട്ടും ഡോക്ടർമാർ എത്താൻ വൈകിയതാണ് മരണം സംഭവിക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10ആയി. പരിക്കേറ്റ 3 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്ര സംഘം സഞ്ചരിച്ച വാൻ വാൽപ്പാറ ചുരം റോഡിൽ നിന്ന് 300 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് നടന്ന മറ്റൊരു അപകടം, അതാണ് തമിഴ്നാട് വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു നൌഷാദ് അലി. ഇപ്പോൾ നൌഷാദ് അലിയും മരിച്ചിരിക്കുന്നു എന്നൊരു വിവരം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. നൌഷാദ് അലിയുടെ ആരോഗ്യനില വഷളായിരുന്നു. ഇത്രത്തോളം വഷളായിട്ടും ഡോക്ടർമാർ എത്താൻ വൈകി എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. നൌഷാദ് അലിയുടെ മരണകാരണം ഇത്തരത്തിൽ ഡോക്ടർ എത്താൻ വൈകിയതാണെന്നാണ് കുടുംബം ഒന്നോടെ ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10 ആയിട്ടുണ്ട്. പരിക്കേറ്റ 3 പേർ ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ്. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്ര സംഘം സഞ്ചരിച്ച വാൻ വാൽപ്പാറ ചുരം റോഡിൽ നിന്ന് 300 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടായത്. വലിയൊരു അപകടം തന്നെയായിരുന്നു വാൽപ്പാറയിൽ സംഭവിച്ചത്. 300 അടി താഴ്ചയിലേക്കാണ് നിയന്ത്രണം വിട്ട വാൻ വാൽപ്പാറ ചുരം റോഡിൽ ഇത്തരത്തിൽ മറിഞ്ഞ് വലിയൊരു അപകടമുണ്ടായത്. എന്തായാലും ഇപ്പോൾ 10 പേരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. പരിക്കേറ്റ 3 പേർ ഇപ്പോഴും ചികിത്സയിൽ തന്നെ തുടരുകയാണ്. മലപ്പുറം പാങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്ര സംഘമായിരുന്നു ഇത്തരത്തിൽ വലിയൊരു അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ഈ ഒരു അപകടത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ഈ ഒരു സ്കൂൾ ബസ് ഡ്രൈവറായിട്ടുള്ള നൌഷാദ് അലി. ഇപ്പോൾ നൌഷാദ് അലിയും മരിച്ചിരിക്കുന്നു എന്നൊരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു നൌഷാദ് അലി. നൌഷാദ് അലിയുടെ ആരോഗ്യനില വലിയ രീതിയിൽ വഷളായിരുന്നു. ഇത്രത്തോളം വഷളായിട്ടും ഡോക്ടർമാർ എത്താൻ വൈകിയതാണ് മരണം സംഭവിക്കാൻ കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്.